നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരോ വന്നല്ലോ. നിനക്ക് ഞാൻ നോക്കാം. നീങ്ങി വന്നേ. ഞാനിവിടെ തീ പിടിച്ച് നിൽക്കുമ്പോ നീ അവിടെ റൊമാൻസ് അഭിനയിച്ച് തകർക്കുക. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ തൊട്ടു പോരുതെന്ന്. എന്നിട്ട് നീ എന്തൊക്കെ അവിടെ ചെയ്തു കൂട്ടുന്നേ? അവന്റെ ഒരു പഞ്ചാര വർത്തമാനം എല്ലാം ഞാൻ കേട്ടു. അവളുടെ തൊലിവെളുപ്പിൽ മയങ്ങി നീ എന്നെ ചതിക്കുമെന്ന് എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ അവിടെ കണ്ടതും കേട്ടതും എല്ലാം നമ്മുടെ പ്ലാനിങ്ങിന്റെ ഭാഗം മാത്രമാ. ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്കിതുപോലെ പല പഞ്ചാര വർത്തമാനങ്ങളും പറയേണ്ടി വരും. അതൊക്കെ നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. സംസാരിച്ചത് പോട്ടെ, നീ എന്തിനാ അവളെ ഉമ്മ വെച്ചത്? അതിന് ഭർത്താവായിട്ടൊക്കെ അഭിനയിച്ച് എനിക്ക് വലിയ മുൻപരിചയമൊന്നുമില്ലല്ലോ. ഓ, അതുകൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാം നിനക്ക് വേണ്ടിയാ. മിണ്ടിപ്പോരുത് നീ. ഞാനിത് വിശ്വസിക്കണം അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, അവളൊരു ഭ്രാന്തി പെണ്ണാ. നീയാ അവളുടെ ഭ്രാന്ത്. അതിലും മയങ്ങി നീ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയ അതോടെ നീ തീർന്നു. കൊന്നു കളയും നിന്നെ ഞാൻ. ദേ, അവന്തിയെ നിനക്കറിയാലോ. നീ വെറുതെ പേടിക്കണ്ട. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. സ്നേഹയുടെ വിചാരം ഞാൻ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നാണ്. കാരണം അവൾ അഭിനയിക്കുകയല്ല. എന്നാൽ ഞാനോ ഭർത്താവായിട്ട് അഭിനയിക്കുകയാണ്. അവളെ വിശ്വസിപ്പിക്കാൻ എനിക്ക് ഇതുപോലെ പലപ്പോഴും അടുത്തിടപഴകേണ്ടി വരും. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ അവൾക്ക് സംശയം തോന്നും. അത് മതി എല്ലാം തീരാൻ. അതുകൊണ്ട് എന്നെ സംശയിച്ച് നീ ഇനി ഇതുപോലെ ഔട്ട് ഹൗസിലേക്ക് വരരുത്. ഇപ്പൊ തന്നെ അവൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. നീ ചെല്ല്. കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം. നിനക്ക് പോകാൻ ധൃതിയായല്ലേ? പോയിക്കോ. പക്ഷേ ഒന്നു മാത്രം ഓർത്താ മതി, ഈ ഗെയിമിൽ നിന്റെ കൂടെ ഉള്ളത് അവന്തികയാ. അവളുടെ കൂടെ ഔട്ട് ഹൗസിൽ ഉറങ്ങുമ്പോഴും നിന്റെ അരയിൽ കെട്ടിയ ചരടിന്റെ ഇങ്ങേയറ്റം ഇപ്പോഴും എന്റെ കയ്യിലാ. എന്നെ ചതിക്കണമെന്ന് മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയാ അപ്പൊ നീ ഓർമ്മിക്കണം, അത് നിന്റെ അവസാനമായിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.